ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത? ഇവിടെ VD സതീശൻ ജയിക്കാനാണ് സാധ്യത. ജയിക്കാനാണ് സാധ്യത ഉറപ്പാണ്. ഉറപ്പ്. അപ്പൊ നിങ്ങളുടെ ഭാവി മുഖ്യമന്ത്രിയാ അല്ലേ? കേരളം ആര് ഭരിക്കും? UDF ഭരിക്കണമെന്നാണ് ആഗ്രഹം. ഇനിയിപ്പോ നമുക്കറിയില്ലല്ലോ. VD സതീശൻ നിങ്ങൾക്ക് മുഖ്യമന്ത്രി ആകണം, നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ നടത്തിക്കും. അതിനുള്ള ശ്രമത്തിലാണ്. ഓക്കെ. പിന്നെ കെ സുധാകരന് സീറ്റ് കൊടുത്തില്ല, എന്താ അതിനെ കുറിച്ച് അല്ല അഭിപ്രായം? ആ രാഷ്ട്രീയം നമുക്കറിഞ്ഞൂടാ. ഞാൻ ആ ഒരു ജോത്സ്യനല്ല തീർക്കാൻ, പക്ഷേ ഞാൻ പക്ക ഒരു കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ആരും നിന്നാലും കോൺഗ്രസിനെ ഞാൻ വോട്ട് ചെയ്യൂ. എൻ്റെ ഇളയപ്പൻ അവിടുത്തെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു, ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയാണ്. ഞങ്ങളുടെ വീട്ടുകാർ മുഴുവനും കോൺഗ്രസിനാണ് ഇതുവരെ വോട്ട് ചെയ്തുകൊണ്ട് പോരുന്നത്. അതുകൊണ്ട് ആര് ജയിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് എൻ്റെ ഇതുവരെയുള്ളത് കാര്യം. കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമോ? ഭരണമാറ്റം ഉണ്ടാവും. അതുണ്ടാവും. അപ്പോൾ ഉണ്ടാകണം. അതിപ്പോൾ അവർ ഭരിച്ചത് ചീത്തയായതുകൊണ്ടോ ഈ വന്നവർ നല്ലതായതുകൊണ്ടെന്നുള്ള അഭിപ്രായത്തിലല്ല. കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ 5 കൊല്ലം ഒരു പാർട്ടി, പിന്നെ 5 കൊല്ലം ഒരു പാർട്ടി, അങ്ങനെ ഒരു 6 മോഡലിലാണ് നമ്മുടെ ഭരണം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ് വാസ് ഗുഡ്. ആ സമയത്ത് എല്ലാം നല്ലതായിരുന്നു കുറച്ച്. ഇതിപ്പോൾ 10 കൊല്ലം ആകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോന്നിയതൊക്കെ ചെയ്യാം. ഇപ്പോൾ ആര് ഭരിച്ചാലും ഇങ്ങനെ തന്നെ വരും. കാരണം ഫണ്ട് വേണം. ഫണ്ടിന് വേണ്ടിയിട്ട് കടമെടുക്കുമ്പോൾ നമ്മൾ തന്നെ അടക്കണം. ഇപ്പോൾ ഓരോരുത്തർക്കും എനിക്ക് തോന്നുന്നു 1 ലക്ഷമോ 2 ലക്ഷമൊക്കെ വെച്ച് ഓരോ പേർ ഹെഡ് എങ്ങാണ്ട് കടമുണ്ടെന്നാണ് കേരളത്തിൽ. അതിപ്പോൾ ഭരിക്കുന്നവരെ മാത്രം കുറ്റമായിട്ട് കാര്യമില്ല, ആര് ഭരിച്ചാലും ഇത് തന്നെയാണ്. പിന്നെ ഭരണത്തിന് ഒരു സ്മൂത്ത്നെസ് വരും ഈ ഭരണം മാറി വരുമ്പോൾ, അത്രയേ ഉള്ളൂ. മോദിയെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ മോദിയെക്കുറിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ മോദിയെക്കുറിച്ച് അഭിപ്രായം പറയാനായിട്ട് ഞാനൊരു അത്രയും അങ്ങോട്ട് ചിന്തിക്കുകയോ കഴിവോ വന്നിട്ടില്ല എനിക്ക്. ഞാൻ അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ഞാനൊരു എതിര് പറയുമ്പോൾ BJPക്ക് എതിരായിട്ട്, പക്ഷേ എൻ്റെ കൂട്ടുകാർ മുഴുവൻ BJPക്കാരാണ് ഇവിടെ ഉള്ളത്, കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ട്. അങ്ങനെ എല്ലാവരും തന്നെ എൻ്റെ കൂട്ടുകാരും ഒക്കെയാണ്. കൂനമ്മാവിൽ, എൻ്റെ വീട് കൂനമ്മാവിലാണ്. നേരത്തെ ഉള്ള കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ കെ സുധാകരന് സീറ്റ് കൊടുക്കേണ്ടതല്ലായിരുന്നോ? അങ്ങനെയില്ല. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ ഇത് മാറ്റിയിട്ട് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ആ പാർട്ടിയിൽ ഇപ്പം ഞാനാണ് നേതാവായിട്ട് വരുന്നതെങ്കിൽ ചിലരെ നമ്മൾ പറഞ്ഞു ഫലിപ്പിച്ച് നിർത്തും, ചിലരെ നമ്മൾ പറയണ കേട്ടിട്ട് നിർത്തും, ചിലർ സ്വയം എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞ് നിർത്തും. അതുകൊണ്ട് പാർട്ടി എന്തു പറയുന്നു അങ്ങനെ പോകണോ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ പാർട്ടി പറയുന്നത് അതേപോലെ അനുസരിച്ചല്ലോ പുള്ളിയുടെ സുധാകരന് നേരെ അനുകൂലമായിട്ട് കണ്ണൂർ മൊത്തം ഇളകിയപ്പോഴും പുള്ളി പാർട്ടി പറഞ്ഞതനുസരിച്ച് വന്ന് സമാധാനമായിട്ട് ഇപ്പം പ്രചരണത്തിൽ സജീവമായിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഇതിൽ നല്ലൊരു പ്രവർത്തകൻ കേരളത്തിലുണ്ടോ? ശരിയായി അല്ലല്ല, ഓരോ പ്രവർത്തകർക്കും അവരുടേതായ സ്റ്റൈലുണ്ട്. ആരെയും നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അത് കേരളത്തിൽ തന്നെയല്ല, ലോകത്തെവിടെയും. താരതമ്യ പഠനം ഈ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിൽ പറ്റത്തില്ല. താരതമ്യ പഠനം എന്നത് വല്ല 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുമ്പോഴോ ഈ പ്രീ ഡിഗ്രിക്ക് പരീക്ഷ എഴുതുമ്പോഴേക്കാണ് താരതമ്യ പഠനം കൊണ്ടൊരു ചോദ്യം വരുമ്പോൾ നമുക്ക് താരതമ്യപ്പെടുത്താം. ഇത് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അടുത്ത ചോദ്യം ചോദിക്കുന്നത്, നമ്മളെ ഈ ധാരാളം പെൺവിഷയത്തിൽപ്പെട്ട ആൾക്കാർ LDFിലുള്ളപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയത് ശരിയായി എന്നാണ് ഇവിടെയാകണം. ഞാൻ പറയാൻ അതിന് യോഗ്യനിൽ തന്നെ എനിക്കത് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ A to Z അറിഞ്ഞിരുന്നിട്ട് വേണം നമ്മളൊരു പറയണം. കാരണം ആസ് എ ജഡ്ജ് ഐ ക്യാൻ, ബട്ട് ഐ എം നോട്ട് എ ജഡ്ജ്, സോ ഐ കനോട്ട് ജഡ്ജ്. അങ്ങനല്ല, സ്വന്തമായിട്ട് അഭിപ്രായം പറയാൻ ഞാൻ അതില്ല. അല്ല, അത് പറയാനായിട്ട് എനിക്കില്ല. കാരണം yes or no പറയണ പരീക്ഷക്കാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു. ഒരു കാര്യത്തിന് yes or no പറയണമെന്നുണ്ടെങ്കിൽ പരീക്ഷ ആയിരിക്കണം സാറേ, അതൊരു പരീക്ഷ ആയിരിക്കണം yes or no പറയണമെങ്കിൽ. അല്ലാത്തതിന് yes or no പറയാൻ പറ്റത്തില്ല. ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത? ഒരു സംശയമുണ്ട്, UDF തന്നെ. ഒരു സംശയമുണ്ട്. സതീശനോട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഓരോന്നായിട്ട് എണ്ണി പറയാൻ ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ വോട്ടർമാർ തയ്യാറാണ്. ശരിയായിട്ടും കേരളം LDF കേരളം UDF തന്നെ ഭരിക്കും. LDFിനെയും 10 വർഷത്തെ മുടിച്ചിട്ടിരിക്കുന്നതിൻ്റെ അനുഭവങ്ങൾ എല്ലാവരും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പം VD സതീശൻ മുഖ്യമന്ത്രിയാവുമോ, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവുമെന്ന് ആരെയും പറയാൻ പറ്റൂല. കാരണം വെച്ചാൽ അവരൊരു തീരുമാനം ഇന്നേവരെ ആയിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം
തീരുമാനം എടുക്കണമെങ്കിൽ ഹൈക്കമാൻഡാണ് ഡൽഹിയിൽ നിന്ന് തീരുമാനം എടുക്കുള്ളൂ. ഇവിടെ ഒരു തീരുമാനം എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരാരും അതിനകത്ത് ഉടുപ്പ് തയ്ച്ചിട്ടിട്ടില്ല, ഉടുപ്പ് തയ്ക്കാനോട് താല്പര്യവും കാണിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ നാട്ടിൽ മുഖ്യമന്ത്രി? അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു മന്ത്രി ആയാൽ മതി എന്ന് ആഗ്രഹമുള്ളൂ ഞങ്ങൾക്ക് കഴിഞ്ഞ ടൈമിലെങ്കിലും മന്ത്രി ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സതീശൻ ഇന്നും നിലയിലെ വർഷങ്ങളായിട്ട് പറവൂർ നിയോജകമണ്ഡലത്തിൻ്റെ MLA ആണ്. പക്ഷേ ഞാൻ സംസാരിക്കുന്ന കാരണം ഞാൻ വ്യാപാരി വ്യവസായിയുടെ ഒരു പ്രസിഡന്റ് കൂടിയാണ്, ജില്ലയുടെ സെക്രട്ടറിയാണ്, മേഖലയുടെ സെക്രട്ടറിയാണ്. എനിക്ക് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരാണ്. ഞങ്ങൾക്ക് വ്യാപാരി വ്യവസായികൾക്ക് എല്ലാ സഹായങ്ങളും എന്തുണ്ടെങ്കിലും നിയമസഭയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് VD സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി. ബാക്കി ആരും തന്നെ അതിനെപ്പറ്റി സംസാരിക്കാറില്ല, ഒരു കാര്യങ്ങളോട് ചെയ്യാറുമില്ല. കാരണം വെച്ചാൽ വ്യാപാരികൾക്ക് ഉപകാരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിയാണ് VD സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി. അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്തെടുത്ത് പറയുന്നത് ഞങ്ങൾ വ്യാപാരി വ്യവസായികളും അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ മോദിയെ കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ എന്താ പറയും? മോദിയെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ മോദി ഇവിടെ ഒരു NDA സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു പ്രകടനം മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് ചെയ്യാമെന്ന് പറയുന്നതല്ലാണ്ട് ഒരു കാര്യങ്ങളും ഇന്നവരെ പ്രാബല്യത്തിലൊന്നുമില്ല. അതിൻ്റെ ഒരു നിസ്സാര എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആനുകൂല്യം കിട്ടുമെന്നൊന്നും ഞാൻ എടുത്തു വെച്ച വ്യക്തിയാണ്. ഞാൻ ചെന്നപ്പോൾ ഈ ആനുകൂല്യം ഒന്നും ഇതേവരെ കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ ഇതിനുള്ള ഫണ്ട് ഇന്നേ വരെ കേന്ദ്ര സർക്കാർ കേരളത്തിലേക്ക് അലോട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പല പേപ്പറിൽ ഇപ്പോൾ നമ്മൾ കണ്ടു, മിനിങ്ങാനത്തെ പേപ്പറിൽ കണ്ടു, മറ്റേ അനുവദിച്ച കാശ് വാങ്ങിച്ചില്ല എന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞു. അനുവദിച്ച കാശ് ആയാലും കേരള ധനകാര്യമന്ത്രി അങ്ങേര് വാങ്ങിക്കാണ്ടിരിക്കില്ല. അത് ഒരു ഇലക്ഷൻ ഫണ്ടും പ്രചരണങ്ങളുമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരെ സംബന്ധിച്ച് പറയാമെന്ന് വെച്ചാൽ മോദി അല്ല ഭരിക്കുന്നത്. ഇവിടുത്തെ കുറേ ചോട്ടാ നേതാക്കന്മാരുണ്ട്, അവരുടെ പ്രശ്നങ്ങളാണ്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈഗോ വിഷയത്തിലേക്കാണ് വരുന്നത്. ഈഗോ ഇപ്പം ഞങ്ങളുടെ അവിടെ തന്നെ പർവ്വതി ചോദിച്ചാൽ തന്നെ ഒരു ഈഗോ ആണ്. അങ്ങനെ ഒരു പ്രസ്ഥാനമാണ് കൊണ്ടുവരുന്നത്. കാരണം വെച്ചാൽ കാശുള്ളവൻ ഒരു തട്ട്, കാശില്ലാത്തവൻ മറ്റേ തട്ട്. ആ തട്ടിലേക്കൊന്നും നിൽക്കാനായിട്ട് തയ്യാറാവില്ല. നമ്മളാരും തയ്യാറാവാറില്ല. പിന്നെ സാറും തയ്യാറാവുമെന്ന് എനിക്കറിയില്ല. ഒരു ഇതിൻ്റെ ഒരു ഇതെന്നുള്ള നിലയ്ക്ക് സാറും അതിനോടൊന്നും തയ്യാറാവാൻ വശമില്ല. കെ സുധാകരന് ഒരു സീറ്റ് കൊടുക്കേണ്ടതല്ലായിരുന്നു? കെ സുധാകരന് സീറ്റ് കൊടുക്കാൻ കെ സുധാകരന് എവിടെ? CPM-ൻ്റെ മറ്റേ അയാൾ MP അല്ലേ? അയാൾ MP ആയിട്ട് MP സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അവിടെ ഒരു റീഇലക്ഷൻ വേണമെങ്കിൽ സർക്കാരിൻ്റെ എന്തോരം ഫണ്ടുകൾ വെറുതെ യൂസായിട്ട് പോകണം. അതിവിടെ ഇഷ്ടംമാതിരി ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. പിന്നെ എന്തിനാ അദ്ദേഹത്തിനോട് കാണാൻ? MP ആയിട്ട് ഇരിപ്പുണ്ടല്ലോ. MP-മാരും മത്സരിക്കാൻ പാടില്ലെന്ന് കേന്ദ്രം തന്നെ തീരുമാനിച്ചതാണ്. ആ തീരുമാനത്തിന് മുന്നോടിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയത് ശരിയായ നടപടിയായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ LDF ഉള്ളപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തതിനെ പുറത്താക്കണം. അത് അങ്ങനെ പുറത്താക്കിയത് ഇദ്ദേഹത്തിന്റെ വിജയത്തിനെ ഒന്നും ബാധിക്കില്ല. ഇപ്പം അവിടെ പാലക്കാട് നിൽക്കുന്ന നമ്മുടെ പിഷാരടിപ്പുണ്ട്, പിഷാരടിക്ക് ഒന്നും ബാധിക്കില്ല. വേണമെങ്കിൽ നമ്മൾ നമുക്ക് കണ്ടറിയാവുന്ന പുറത്താക്കിയതിന്റെ പിന്നിൽ VD സതീശനായിരുന്നു ജനങ്ങൾ മൊത്തം പറയും. അത് ജനങ്ങളുടെ വായും മൂടി കിട്ടാൻ നമുക്ക് സാധിക്കുമോ? 1000 കുടത്തിന്റെ വായും മൂടി കിട്ടാൻ സാധിക്കും, ഒരു മനുഷ്യന്റെ വായും മൂടി കിട്ടാൻ സാധിക്കില്ലോ. ആ ജനങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പോൾ പറവൂർ നിയോജകമണ്ഡലത്തിൽ തന്നെ VD സതീശൻ എന്നുള്ളതാണ് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത്. കുറേ സതീശന്മാരുടെ പേര് വന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ഇതൊന്നും സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സതീശന്മാരുടെ പേര് വന്നിട്ടുണ്ട്. അതൊക്കെ സതീശന്മാരുടെ പേര് വെറുതെയാ മനസ്സിലായി? ഇത്രയൊക്കെ എനിക്ക് പറയാം. ഇവിടെ കേരളം ആര് ഭരിക്കും? കേരളം UDF തന്നെ. അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു സാധനമാണ്. അതായത് പിണറായി വന്ന സമയത്ത് ഒരുപാട് ദുരന്തങ്ങൾ വന്ന ദുരന്തങ്ങളുടെ പൈസ മുഴുവനും പുള്ളിയുടെ വീട്ടിലേക്ക് പോയി. കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ ജനങ്ങളുടെ എന്നെ രക്ഷപ്പെട്ടാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പറ്റുമായിരുന്നില്ലേ? ഇപ്പോൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ മാത്രമല്ല നമ്മുടെ നാട്ടിൽ അലയുന്നുള്ളൂ. തൊഴിൽ എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്? ഒരിടത്തും കൊടുത്തിട്ടില്ല. അപ്പോൾ തൊഴിലില്ലായ്മ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ കിട്ടുന്ന കാശ് അത് ഉപയോഗിക്കണം. ഇത് മുഴുവനും പുള്ളി സ്വന്തം ആവശ്യത്തിന് 6 ബാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള അവസാനം ഇപ്പോൾ പറഞ്ഞ പോലെ ചോദിച്ചിട്ട് പറഞ്ഞ പോലെ 2-3 ലക്ഷം രൂപയൊക്കെ നമ്മൾ ഇപ്പോൾ കടക്കാരനാണ്. അപ്പോൾ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ? നല്ലൊരു ഭരണം. VD സതീശൻ ഇവിടെ മുഖ്യമന്ത്രി ആകും എന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയല്ല. ഇത് പാർട്ടി എന്ന് പറയുന്നു, അത് അംഗീകരിക്കുക. ഇവിടെ ആരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരം ചിലപ്പോൾ പുള്ളിയുടെ ഭാഗ്യമുണ്ടെങ്കിൽ പുള്ളി മുഖ്യമന്ത്രിയാകും. അല്ല രമേശ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലയോ നിങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞങ്ങൾ വോട്ട് ചെയ്ത് വിടുന്ന ഒരു വ്യക്തി മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഞങ്ങളുടെ ആഗ്രഹം മാത്രമാണ്. അത് തീരുമാനം വേറെ. എന്തുണ്ട് ശരിയാണോ?
വീടി സതീശൻ ജയിക്കുമോ? എന്തോ പോന്റെ അഭിപ്രായം? ജയിക്കുമോ? വീടി സതീശൻ മുഖ്യമന്ത്രി ആകുമോ? ആകുമോ? ഉറപ്പാണോ? ഏത് പാർട്ടിയാ മോൻ? അതൊന്നും അറിയത്തില്ല. മോദിജിയെ ഇഷ്ടമാണോ? മോദിയെ? ആ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ ഈ പറവൂർ മണ്ഡലം ഇവിടെ ആര് ജയിക്കും? ഇവിടെ സതീശൻ ജയിക്കും. ആണോ? മറ്റേ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി ഭൂരിപക്ഷം കാണുമോ? കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട് ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഈ തവണ സതീശൻ ജയിക്കും. കേരളത്തിൽ LDFന്റെ ഭരണമായിരിക്കും UDFന്റെ ഭരണമായിരിക്കും? UDFന്റെ ഭരണം വരുമെന്നുള്ള ഉറപ്പാണ്. ആണോ? 10 വർഷം കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തത് UDF വരുള്ളൂ. ഇപ്പോൾ UDF വരുമ്പോൾ മറ്റേ നിങ്ങളുടെ MLA മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആകുന്നുള്ള യാതൊരു സംശയമില്ല. ആണോ? അതോ രമേശ് ചെന്നിത്തല കൊണ്ടുപോകുമോ? ഇല്ല അത് ആരും സതീശൻ തന്നെ ആയിരിക്കുള്ളൂ എന്ന് വിചാരിക്കും. അവരെ പറയാൻ പറ്റില്ലല്ലോ, അതെങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും സതീശനായിരിക്കും നമ്മൾ വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു. മോദിയെ കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ എന്താ പറയും? മോദിയെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഞാൻ കോൺഗ്രസിന്റെ അനുഭാവിയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഭരണാധികാരി എന്നുള്ളതിൽ നമുക്ക് ഒന്നും പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. പിന്നെ കെ സുധാകരനെ ഇപ്പോൾ ഒരു സീറ്റ് കൊടുക്കേണ്ടതല്ലായിരുന്നു, എന്താ തോന്നി? സീതാനും ശരിക്കും അവർ കൊടുക്കേണ്ടതായിരുന്നു, പക്ഷേ കൊടുത്തില്ല. അതിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ പാർട്ടിയുടെ കണ്ണൂരിൽ അങ്ങനെ ഒരു കൊടി പാറിക്കാൻ ഇടയായത് പുള്ളി ഉണ്ടാകൊണ്ടല്ലേ? സുധാകരൻ്റെ കുഴപ്പമില്ല. സുധാകരൻ്റെ സീറ്റ് പിന്നെ വേണ്ടെന്ന് പറഞ്ഞല്ല. സുധാകരൻ ആദ്യം വേണമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ വേണ്ടെന്ന് പറഞ്ഞ് പുള്ളി അച്ചടക്കമുള്ള പ്രവർത്തകനായതുകൊണ്ട് പ്രവർത്തനമായതുകൊണ്ട് അത് പാർട്ടിക്കും അതുകൊണ്ട് നല്ല ഗുണമുണ്ടാവും. അങ്ങനെ നിന്നുകൊണ്ട് പാർട്ടിക്കും നല്ല ഒരു ഇതുണ്ട്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ നടപടി എടുത്തത് ശരിയായെന്ന് തോന്നിയോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നടപടി എടുത്തത് നല്ലതായിരുന്നു. അതുകൊണ്ട് നമുക്ക് കോൺഗ്രസിന് നല്ല ഒരു ഇത് കിട്ടുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കോൺഗ്രസിനെ ആ വഴി പറഞ്ഞ് ചേർറിയാൻ പറ്റത്തില്ല. അല്ല, അത് അന്നേരം അപ്പം തന്നെ പുറത്താക്കിക്കൊണ്ട് നമുക്ക് ആ കോൺഗ്രസിനുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇമേജ് സംരക്ഷിക്കാൻ പറ്റി. പക്ഷെ ഒരു നല്ല യുവ നേതാവിനെ നഷ്ടപ്പെട്ടില്ല. അതിപ്പോൾ എന്നാലും പക്ഷേ അത് ഒരാളുടെ കാര്യത്തിൽ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു കേസ് വരുമ്പോൾ അത് മാറ്റി നിർത്തണം നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇദ്ദേഹം ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടിലെ MLA എന്ന നിലയിൽ? കുറേ വർഷങ്ങളായല്ലോ പുള്ളി ഭരിക്കും. MLA ഇവിടെ ഇഷ്ടംമാരെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷം ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഇഷ്ടംമാരെ പ്രവർത്തനങ്ങൾ ഇവിടെ വിദേശത്തിന് ഇഷ്ടംമാരെ റോഡുകളും പാലങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷം വെറുതെ ഇല്ല എന്ന് പറയാൻ 10 വർഷമായിട്ട് ഭരണമില്ല. ഭരണമില്ല. എന്നാലും പുള്ളിക്കാരനെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൃപ്തിയാണ് പുള്ളി മുഖ്യമന്ത്രി ആണെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ താങ്ക് യു. ചേട്ടാ നമസ്കാരം. ചേട്ടാ ഈ പിന്നെ ഇവിടുത്തെ ഇലക്ഷൻ വരുമോ, തെരഞ്ഞെടുപ്പ്? അതെ. അപ്പം ഇവിടെ ആര് ജയിക്കും? അവിടെ സതീശൻ ജയിക്കണമെന്ന് ജയിക്കുകയും ചെയ്യും. ആണോ? അതാണ് എൻ്റെ പ്രതീക്ഷ. മുഖ്യമന്ത്രി ആകുമോ? ആകണം. ആണോ? മുഖ്യമന്ത്രി ആകണം. കേരളത്തിൽ LDF ആയിരിക്കും UDF ആയിരിക്കും അധികം അടുത്ത് ഭരിക്കാൻ പോകുന്നത്? UDF ഭരിക്കണം എന്നുള്ള എല്ലാവരും ഞാൻ ഉൾപ്പെടെ ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ചേട്ടൻ ഈ രാഷ്ട്രീയം കൊണ്ടാണോ അതോ വ്യക്തി കൊണ്ടാണോ? വ്യക്തി എന്നുള്ള നിലയിലാണോ രാഷ്ട്രീയം കൊണ്ടാണോ ചേട്ടൻ? രാഷ്ട്രീയത്തിൽ നമുക്ക് അധികം ഇതില്ല, വ്യക്തിയായിട്ടുള്ളത് മാത്രം നമുക്കിപ്പോൾ ഉള്ളൂ. രാഷ്ട്രീയത്തോടെ വലിയ ഇല്ല, രാഷ്ട്രീയത്തോട് അങ്ങനെ വലിയ ധാരണയൊന്നുമില്ല. നമ്മൾ അതിനെപ്പറ്റി അങ്ങോട്ട് പോകേണ്ട ഒരാളല്ലല്ലോ. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുക? അതെ. അത് ശരി. അതെ. അപ്പം ഞാൻ ചോദിക്കുന്നത് മോദിജിയെ കുറിച്ച് ചോദിച്ചാൽ എന്ത് പറയും? അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയാനാണ്? അങ്ങനെ നല്ലൊരു പ്രധാനമന്ത്രിയാണ്. അതിലപ്പുറം നമുക്കൊന്നും പറയാനില്ലല്ലോ. അതിനവിടെ നമുക്ക് പൊളിറ്റിക്സ് ഇല്ല. ഇല്ല. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ ഇല്ല. കാരണം നമുക്കിപ്പോൾ പ്രധാനമന്ത്രിയായതിൽ പുള്ളിനെ അഭിനന്ദിക്കാൻ പറ്റുള്ളൂ, അഭിനന്ദനമേ പറ്റുള്ളൂ. വേറെ ഒന്നും തള്ളി പറയാനൊന്നും പറ്റൂല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ BJP ഇത്ര നന്നായിട്ട് കേന്ദ്രം ഭരിച്ചിട്ട് എന്താ കേരളത്തിൽ വേറെ ഇടാത്തത്? അത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം കേരളം എന്താണെന്നോ ഏതാണെന്നോ നമുക്കല്ല അറിയുന്നത്. അത് ഭരിക്കുന്ന ആൾക്കാർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ ഏത് ബസ്സിലാണ് പോകണത്, എങ്ങനെ പോകണം എന്നുള്ളത്. ഇപ്പം കെ സുധാകരനെ മത്സരിപ്പിക്കാത്തതിൽ വലിയ വിഷമമുണ്ടോ? അതുണ്ടല്ലോ. കാരണം സുധാകരൻ തുടക്കം മുതലേ LDFൻ്റെ ആളായിരുന്നു. ഇവിടം വരെ എത്തി കുഴപ്പമില്ലാതെ വന്ന മനുഷ്യനാണ്. അതെങ്ങനെ പുറത്തു പോയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളുകളികൾ എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റും. ഇപ്പം കോൺഗ്രസിനുണ്ടല്ലോ ഒരു സുധാകരൻ, അദ്ദേഹത്തിനും സീറ്റ് കൊടുത്തില്ലല്ലോ കോൺഗ്രസ്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? എന്ത് പറയാനാണ്? അത് പാർട്ടിക്ക് അകത്തുള്ള കാര്യങ്ങളാണ്. നമുക്കത് വിശദീകരിക്കാനും പറ്റുന്നു, നമുക്ക് അറിയാനും പാടില്ല അതിനെപ്പറ്റി. ഇപ്പം പിന്നെ വേറെന്താ നമ്മളെ ചോദിച്ചോട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ രാഹുൽ നല്ല യുവജന നേതാവായിരുന്നു. അതെ. അപ്പോൾ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് വരികയായിരുന്നു. അതെ. അപ്പോൾ ഈ MLA ആകുന്നതിന് മുമ്പേ നടത്തിയ ഒരു ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ശരിയായ നടപടിയാണ്. പാർട്ടി തീരുമാനമാണ്. അത് പാർട്ടി തീരുമാനമാണ്.
വി.ഡി. സതീഷിന് വേണമെങ്കിൽ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം വിടാൻ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു. അതെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? വി.ഡി. സതീഷിന്റെ ഇടങ്കയും പലങ്കയുമായിട്ട് നടന്ന 2 പിള്ളേരാണ് മറ്റേ ഷാഫിയും രാഹുൽ മാങ്കൂട്ടും. അതെ. അപ്പം അദ്ദേഹം അങ്ങനെ ഒരാളിനെ പുറത്തേക്ക് തള്ളി വിടുമ്പോൾ ഒരു വിഷമം തോന്നില്ല? അങ്ങനെ ഒരു വിഷമം പാർട്ടിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത് ജനങ്ങളെ നോക്കിയിട്ടില്ല, പാർട്ടിക്കകത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അവരാ തീരുമാനിക്കുന്നത്. അല്ല, അദ്ദേഹത്തിന് ശരിയായിട്ടും പ്രതിപക്ഷ നേതാവല്ലേ, KPCC പ്രസിഡന്റ് വേറെയല്ലേ, പിന്നെ ഇദ്ദേഹം എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് ഇദ്ദേഹത്തിനെ പുറത്താക്കിയത്? അതെങ്ങനെയാ ഇപ്പം എന്താ പറയേണ്ടത്? അതിനെപ്പറ്റി നമ്മളെന്താ പറയേണ്ടത്? പാർട്ടിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ പറവൂർ മണ്ഡലം ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത? സാധ്യത അല്ലേ? പിന്നെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവുമോ? മുഖ്യമന്ത്രി ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല. കേരളം വലിയ ഭരിക്കോ UDF ഭരിക്കോ? UDF തന്നെ ആയിരിക്കും. UDF തന്നെ ആയിരിക്കും. അപ്പം മുഖ്യമന്ത്രി ആകുമെന്ന് രമേശ് ചെന്നിത്തലയോ ഒക്കെ കൊണ്ടുപോകുമോ? കൊണ്ടുപോകും സാധ്യതയാണ്. ശരി, അവർ തല്ലെടുത്തുള്ള അതിനോട്ട്. ഇപ്പോൾ ഈ മോദിജിയെ കുറിച്ച് അഭിപ്രായം ചോദിച്ചാന്ന് പറയാം. മോദിയെക്കുറിച്ച് ചോദിച്ചാൽ നല്ല ഇതല്ലേ? അല്ലേ? എന്താ മോദിയെക്കുറിച്ച് എന്താ ഇഷ്ടപ്പെടാൻ കാര്യം? മോദിനെ ഇഷ്ടപ്പെട്ട നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പുള്ളി, അതുകൊണ്ടാണ് മോദിനെ ഇഷ്ടപ്പെടുന്നത്. ഈ സുധാകരനെ ഈ പ്രാവശ്യം നമ്മുടെ കണ്ണൂരെ സിംഹം സുധാകരനെ മത്സരിപ്പിച്ചില്ല, അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അതിനെക്കുറിച്ച് ഞാനെന്ത് പറയാൻ, പാർട്ടിയുടെ ഇതല്ലേ. അതെ, അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥി ആരാണ് ഈ പറവൂർ മണ്ഡലത്തിൽ? അറിയില്ല. നിങ്ങൾ കളമശ്ശേരി ആരാണ്? ഞാൻ കളമശ്ശേരിയിലാണ്. രാജീവാണ്. രാജീവ് ആയിക്കോളൂ. അത് ശരി. അവിടെ അവിടെ രാജീവ് ജയിക്കും LDF, ഇവിടെ വി.ഡി. സതീശൻ ജയിക്കും UDF. കാരണം ഇവർ പറയുന്നതാണ് കറക്റ്റ്. കാരണം എല്ലായിടത്തും ഞങ്ങളുടെ പാർട്ടി ജയിക്കുമെന്ന് പറയുന്നില്ല. പുള്ളിയുടെ ഇതൊക്കെ കണ്ടിട്ട് പുള്ളി ഒരു BJPക്കാരാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട്. ഞാനങ്ങനെ ഒന്നും രാഷ്ട്രീയമില്ല. മോദിയെ കുറിച്ച് നല്ല അഭിപ്രായം. ഓരോ വ്യക്തികളെ നമ്മൾ അറിയേണ്ടതാണ്. കാരണം മോദിയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു, രാജീവ് ജയിക്കുമെന്ന് പറഞ്ഞു. മൂന്നാമത് പറയുന്നത് ഇവിടെ വി.ഡി. സതീശൻ ജയിക്കും, മുഖ്യമന്ത്രി ആവുമോ ഇല്ലെന്നുള്ളതിന് കാര്യത്തിൽ പുള്ളി സംശയമുണ്ട്. UDF ഭരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു, അതും പറഞ്ഞു. അപ്പം ഇവരുടെ ഒന്നും രാഷ്ട്രീയം നമുക്ക് ഒരിക്കലും പിടികിട്ടത്തില്ല. ഇവരുടെ ഉള്ളിൽ കയറി പരിശോധിക്കേണ്ടി വരും. ശരിയെന്നാ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.